സുജാത മേഡം വിളിച്ചൊരു കാര്യം പറഞ്ഞ ഒരു രക്ഷയില്ല. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ അങ്ങോട്ടെത്തും ഗിരി എന്ന് പറഞ്ഞ 55 മിനിറ്റിനുള്ളിൽ ആള് കടയുടെ മുന്നിലുണ്ടാവും. ഗിരി നല്ല കൃത്യതയുള്ള ആളാണെന്ന് അമ്മ എന്നോടും പറഞ്ഞു. കൃത്യതയില്ലാതെ പറ്റില്ലല്ലോ. മാഡത്തിന് ദേഷ്യം വന്നാലേ കണ്ണു പൊട്ടുന്ന ചീത്ത പറയും. ഗിരിയുടെ വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാ, നടക്കാവുന്നേ ഉള്ളൂ. ജ്യോതി അവിടെ പോയി. ജ്യോതി എന്നിവിടെ ആക്കിയിട്ട് കോളേജിലേക്ക് പോയി. ഇപ്പൊ തന്നെ തയ്ച്ചു കൊടുക്കണമെന്ന് സുജാത മേഡം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഇരുത്തിയതാ. നിത്യേ, അതിങ്ങ് വാങ്ങി. നമുക്ക് വേറെ എവിടെയും നോക്കാം. ഞാനിത് പെട്ടെന്ന് തരാം. നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. അല്ല ജീവ, എന്താ കാര്യം? ഹലോ അമ്മേ. മോളെ, നീ എവിടെ എത്തി? ഉണ്ട്, ബ്ലൗസ് വെട്ടിക്കൊണ്ടിരിക്ക. അമ്മേ, നീ എങ്ങനെ മോനെ അവിടെ എത്തിയത്? നിത്യ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. നിത്യക്ക് നല്ലൊരു ലേഡി സ്റ്റിച്ചിങ് സെന്റർ ഉണ്ട്. സെലിബ്രിറ്റീസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്ന അവിടെ. ഞാൻ നിത്യയും കൂട്ടി അങ്ങോട്ട് പോകും. എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ഇന്നത്തെ ഫംഗ്ഷന് മുൻപ് തയ്ച്ചു കിട്ടുമോ? അത് ചോദിക്കണം. ഗിരി തയ്ക്കുന്നത് കൊണ്ട് എന്താ ഇപ്പൊ കുഴപ്പം? അവനത് കൃത്യമായിട്ട് ചെയ്തോളും. നീ ഇതിൽ ഇടപെടുവൊന്നും വേണ്ട. അല്ലമ്മേ, നോക്ക്, വൈകുന്നേരം അസോസിയേഷന്റെ ഫംഗ്ഷന് നിത്യക്കിടാനുള്ളതാ ഗിരി ഇപ്പൊ തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇരുന്നത് വാങ്ങിച്ചോണ്ട് വന്നാ മതി രണ്ടുപേരും. ഇങ്ങോട്ടൊന്നും പറയണ്ട. എന്താ സാർ, തയ്ക്കണ്ടേ? തയ്ച്ചോ. അമ്മ നിർബന്ധം പറഞ്ഞോണ്ടാ. വേഗം തയ്ച്ച് മേടിച്ചോണ്ട് വാ. എന്ത് പറ്റി സാറിന്? ഒന്നുമില്ല, ഗിരി തയ്ച്ചോ. അവസരത്തൊന്ന് ആർക്കും തഴുകാനും തലോടാനും നിന്നു കൊടുക്കും. ഇതിനുള്ള ശിക്ഷ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവർക്ക് കൊടുത്തേ പറ്റൂ. അറിയോ, യുവമാരെ കാശ് കൊണ്ടുവന്ന പക്ഷെ മുഴുവനില്ല. കാത്തിരുന്നിട്ടൊരു കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ ആലിയനെ കണ്ടിട്ടേ പോവെന്ന് പറഞ്ഞു. ഇനിയുള്ളത് അളിയൻ തന്നെ പറഞ്ഞോ. പറഞ്ഞ തുകയിൽ ഒരു 50,000 വ്യത്യാസമുണ്ട്. പണം എടുത്തിട്ട് ആ എഗ്രിമെന്റ് തിരിച്ചു തരണം. എനിക്ക് ഒറ്റൊരു വാക്കേ ഉള്ളൂ. അന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലേ. ഇതിൽ കൂടുതൽ തരാൻ പറ്റില്ല. സത്യത്തിൽ ഇതൊരു പിടിച്ചുപറിയാണെന്ന് നിങ്ങൾക്കറിയാലോ. തരാൻ പറ്റില്ലെങ്കിൽ എഴുന്നേറ്റ് പോടോ. ഞങ്ങളുടെ വഴി നോക്കാൻ ഞങ്ങൾക്കറിയാം. സർ പ്ലീസ്. കാശ് ഇവിടെ എത്തിക്കാതെ നീയൊക്കെ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാലേ അളിയനല്ല ഞാനാ നിന്റെ കുടുംബത്തേക്ക് വരിക. കുറവുള്ള കാശൊക്കെ എങ്ങനെ മുതലാക്കണമെന്നേ ഞാൻ അങ്ങ് തീരുമാനിക്കും. അതിപ്പോ നിന്റെ കെട്ടിയോളെ കൊണ്ടേ പറ്റുമെങ്കില് അതും കഴിഞ്ഞിട്ടേ ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ.
എന്താ കാണിക്കുന്നത്? വിടറാ. വിടാൻ. തൽക്കാലം അവൾക്ക് ഇത് മതി. ഗിരി തയ്ച്ചു വെച്ചാ മതി. ജ്യോതി വരുമ്പോ വാങ്ങിക്കോളും. ആ ജീവനെന്തോ തിരക്കുണ്ടെന്ന് തോന്നും. ഞാൻ ഇറങ്ങിക്കോട്ടെ. ശരി ചേച്ചി.
പോലീസിലും രാഷ്ട്രീയത്തിലും ഒക്കെ തന്നെ പോലെ ഒരാൾക്ക് നല്ല സ്വാധീനം കാണുമെന്നൊക്കെ എനിക്കറിയാം. ഇപ്പൊ ഇവിടെ നടന്ന കാര്യത്തിന്റെ പേരിൽ എന്നെ തിരക്കി ആരെങ്കിലും അങ്ങോട്ട് എത്തിയ പണിയെടുക്കുന്ന തൂമ്പയും കൈക്കോട്ടും എടുത്ത് ഞാനൊരു വരവിങ്ങോട്ട് വരും തന്റെ കുടുംബത്തിലോട്ട്. എന്റെ കൂടെ പണിയെടുക്കുന്ന പണിക്കാരും ഉണ്ടാവും. പണിയടാന്ന് ഞാനങ്ങോട്ട് പറഞ്ഞാലേ അവരെ അന്ത്യാവുന്നവരെ കിളച്ചങ്ങോട്ട് മറിക്കും. കേട്ടോ PKG. ഒരുപാട് ആർത്തി കാണിക്കല്ലേ, അതിൻ്റെയൊക്കെ അവസാനം ഇങ്ങനെയായിരിക്കും. വാടാ. നമുക്ക് ചുറ്റും എന്തെങ്കിലും സംഭവിച്ചാലേ എന്താ കാര്യം തിരക്കുന്നത് ഒരു മര്യാദയല്ലേ? എനിക്കതൊന്നും പറ്റില്ല. എനിക്കത്ര മര്യാദയുമില്ല. വഴി കിടന്ന് അടിപിടി കൂടുന്ന തെമ്മാടിക്കൂട്ടങ്ങളെ നോക്കി നിൽക്കുന്നതേ മനുഷ്യത്വം എന്നല്ല പറയുന്നത്. സ്റ്റിച്ചിങ് സെൻറ്ററിൽ പെണ്ണുങ്ങൾ വന്ന് പോയാലേ ടൈലർമാർക്ക് അതൊരു ആഘോഷമാണ്. അവന്മാരുടെ അളവെടുപ്പൊക്കെ എനിക്കറിയാം. ഞാനത് കണ്ടിട്ടുമുണ്ട്. അതിന് നിന്ന് കൊടുക്കുന്ന പെണ്ണുങ്ങളെ. അല്ല, ഈ ഗിരി ആളെങ്ങനെ? കൊള്ളാവോ? നല്ല പെരുമാറ്റ. അവൻ എങ്ങനെയാ? നന്നായിട്ട് പെരുമാറിയോ? അവൻ എവിടെയൊക്കെയാണ് തൊട്ടെ? എന്തൊന്നും പറയാത്തെ? അവൻ എവിടെയൊക്കെ തൊട്ടെ? അളവെടുക്കാൻ അവൻ എവിടെയൊക്കെ തൊട്ടേന്ന് പറ. ഇതേ എന്റെ ബ്ലൗസാ. ഇത് കൊടുത്തിട്ട് അളവെടുക്കുന്ന, അല്ലാതെ ദേഹത്ത് തൊട്ടും പിടിച്ചൊന്നും അല്ല. അമ്മയുടെ കൂടെ എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരം കടകളിൽ പോയിട്ടുണ്ടാവല്ലോ. എങ്ങനെ അളവെടുക്കുന്നെന്ന് അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ? കുഴപ്പങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം പെണ്ണുങ്ങൾ പുറത്തിറങ്ങുന്നെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിച്ചാ ചിലപ്പോ ഭ്രാന്ത് പിടിക്കും. ഞാനിവിടെ കുറെ നേരമായിട്ട് ഇതൊക്കെ ചെയ്യേ. എന്താ ഏതാന്നൊക്കെ ചോദിക്കെങ്കിലും ചെയ്യണ്ടേ? ഞാൻ എന്ത് ചോദിക്കാനാ? ചോദിച്ചിട്ട് വേണമല്ലോ അച്ഛൻ എന്നോട് ദേഷ്യപ്പെടാൻ. ദേഷ്യപ്പെടാനുള്ള കാര്യങ്ങളല്ലാണ്ട് മറ്റെന്തെങ്കിലും നീ ചെയ്യുന്നുണ്ടോ? ഉള്ളതൊക്കെ വിറ്റുപറിക്കും കിട്ടാതെ നടത്തുന്നതൊക്കെ കടവും മേടിച്ച അവനാ സിനിമാക്കാരുടെ ഓഫീസിൽ പോയിരിക്കുന്നേ. ഓ, ഇറങ്ങുമ്പോ ഒരു നല്ല വാക്കെങ്കിലും പറയാൻ പറ്റുമോ നിനക്ക്? നഷ്ടപരിഹാരം കൊടുക്കാതെ വീമ്പിളക്കിയതല്ലേ, കൊണ്ടുപോയി കൊടുക്കട്ടെ. അയ്യോ, എന്തു പറ്റിയടാ?
എന്താ കാര്യം? ഒന്നുമില്ല, അവരുടെ കടം തീർത്തു. എടാ, നിന്റെ ഈ മുഖത്ത് കാണുന്ന പാടെന്തെന്നാ ചോദിച്ചേ? ആ പ്രൊഡ്യൂസറുടെ ഒരു അനുജനുണ്ടായിരുന്നു, കുടിച്ച് ലക്കേട്ടൊരുത്തൻ. അവൻ വീണയെക്കുറിച്ച് അനാവശ്യം പറഞ്ഞപ്പോ ആരി അവനെ ഒന്ന് അടിച്ചു. കേട്ട് നിൽക്കാൻ പറ്റുന്നൊന്നും ആയിരുന്നില്ല അവർ പറഞ്ഞത്. തല്ലി ഒതുക്കാനൊക്കെ അവർ ശ്രമിച്ചു. പക്ഷെ ഇനി ഭീഷണിയും കൊണ്ട് അവരാരും ഇനി മുറ്റത്തേക്ക് വരില്ല. നീ കണ്ടോടി, നഷ്ടപരിഹാരം കൊടുക്കാൻ വീമ്പ് പറഞ്ഞവർ ഒന്നുമേ കൊടുക്കേണ്ടതല്ലേ നീ പറഞ്ഞേ? എന്നിട്ട് ആ സിനിമാക്കാർ അവനോട് ചെയ്ത് നീ കണ്ടോ? എവിടെ പോയി ആരെന്ത് ചെയ്തു വന്നാലും അതിന് ഞാൻ ഉത്തരം പറയണോ? നീ അല്ലാണ്ട് വേറെ ആരാ പറയണ്ടേ? അത് പോയി കുറച്ച് വെള്ളം ചൂടാക്ക്, അവനെ ദേഹത്ത് പിടിക്കണം. നീ പറഞ്ഞു കേട്ടില്ലേ? എനിക്ക് പറ്റില്ല. ആരാന്ന് വെച്ചാ ചെയ്താ മതി. ഇനി ഭർത്താവിനെന്തെങ്കിലും പറ്റിയാലേ നോക്കേണ്ടത് ഭാര്യയാണ്. ആരുടെ ഭാര്യ? ഞാൻ ആരുടെയും ഭാര്യയല്ല. ആഹാ, നിന്റെ കാര്യത്തില് ഈ താലി കെട്ടിയത് അവനല്ലേ? ഇത് ഈ കഴുത്തി കിടക്കുമ്പോ ഉത്തരവാദിത്തത്തിൽ ഒഴിഞ്ഞു മാറാൻ നിനക്ക് പറ്റില്ല. ഓഹോ, അപ്പൊ ഈ താലിയാണ് പ്രശ്നം. ഇതങ്ങ് പൊട്ടിച്ചളഞ്ഞ അപ്പൊ തീർന്നില്ലേ പ്രശ്നം? ഈ താലിലെങ്ങാനും തൊട്ടാണ്ടല്ലോ നിന്നെ കഴിഞ്ഞാൻ വെട്ടിക്കളയും. എന്നോട് ഈ താലിയുടെ മഹത്വം പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്റെ മനസ്സോ ശരീരമോ നിങ്ങളുമായിട്ട് പങ്കിടാൻ ഞാൻ തയ്യാറല്ലെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ ഇതിന്റെ കഴുത്തിൽ കുരുക്കിയത്? ഒറ്റ ഉത്തരേ ഉള്ളൂ, നിങ്ങൾക്ക് എന്നോട് പകയാ. ഞാൻ ഏതെങ്കിലും രീതിയിൽ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതും എന്നെ നാലാൾ അറിയുന്നതും നിങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് മാത്രം ആ സിനിമക്കാരുടെ പൈസ നിങ്ങൾ തിരിച്ചു കൊടുത്തതും അവര് ചോദിച്ച നഷ്ടപരിഹാരം കൊടുക്കാൻ നാട് മുഴുവൻ അലഞ്ഞു നടന്നതും. നാട് മുഴുവൻ ഹരിക്ക് നല്ല പേരാണല്ലോ. ഞാൻ അതിനേക്കാൾ പേരെടുത്താലേ ഇയാളുടെ സ്ഥാനം കുറഞ്ഞു പോവില്ലേ? ഗർഭിണിയായി എന്നെ നിങ്ങൾ വിവാഹം കഴിച്ചത് മറ്റുള്ളവരുടെ മുമ്പിൽ ത്യാഗമായിരിക്കും. പക്ഷേ എനിക്കറിയാം അത് കുറുക്കനെ പോലുള്ള നിങ്ങളുടെ ബുദ്ധിയാണെന്ന്. വീണെ അനുസരിപ്പിക്കാനും ഭയപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കണ്ട. അതിനുള്ള കാരണമായിട്ട് നിങ്ങൾ കെട്ടി ഈ താലി ഇനി എന്റെ കഴുത്തിൽ കിടക്കണ്ട. എന്ന വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനിയെങ്കിലും എന്റെ അടുത്ത് പോലും വരാതെ നോക്കണം നിങ്ങള്. എന്റെ ദൈവമേ, ഇത്രയും ഗതികേട് ഇനി വേറെ ആർക്കും വരുത്തരുത്. വായിച്ചപ്പോഴും എഴുതിയപ്പോഴും ഒക്കെ അല്ലാത്തൊരു പവിത്രതയായിരുന്നു താലിക്ക്. ഇത്രയേ ഉള്ളൂ, വലിച്ചു പൊട്ടിച്ച് മുഖത്തെറിയാവുന്ന ഒരു സ്വർണ്ണ ചരട്. ഹരിയുടെ സ്വപ്നങ്ങൾക്കൊക്കെ അത്രയ്ക്ക് നിറവുള്ളൂ.